ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഷെഫ് പണിക്കർ, 4 ലിറ്റർ റെസ്റ്റോറൻറ്റ് അജ്മാൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന പുതിയ ഒരു വീഡിയോയുമായിട്ടാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്ന ഒരു മട്ടൻ മസാല എങ്ങനെ വീട്ടിൽ വേഗം ഉണ്ടാക്കാമെന്നുള്ളതാണ്. വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നമ്മുടെ 500 ഗ്രാം മട്ടനാണ്. മസാല 5 ഗ്രാം, സോൾട്ട് 5 ഗ്രാം, മഞ്ഞൾപ്പൊടി 2 ഗ്രാം, ചില്ലി പൗഡർ 3 ഗ്രാം, സോമ്പ് പൗഡർ 3 ഗ്രാം, ഗരം മസാല പൗഡർ 2 ഗ്രാം, കർലീവ്സ് ഒരു പിഞ്ച് മതി, ബ്ലാക്ക് പെപ്പർ പൗഡർ 2 ഗ്രാം, 1 ml വെള്ളം ഒഴിക്കുന്നു. വെള്ളം തീരെ കുറച്ച് മതി, മട്ടനകത്ത് വെള്ളമുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. 1 ടേബിൾ സ്പൂണാണ്, ടീസ്പൂണല്ല. ഇപ്പോൾ നമ്മുടെ മട്ടനിൽ ആവശ്യമായ എല്ലാ സാധനവും ഇട്ടിരിക്കുകയാണ്. അത് നമ്മൾ കുക്കറിൽ വെച്ച് ഒരു 3-4 ഫിസിൽ അടിച്ചതിന് ശേഷമാണ് നമ്മൾ മട്ടൻ മസാല ഉണ്ടാക്കുന്നത്. അതിനുള്ള മിക്സിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളം തീരെ കുറച്ച് മതി, മട്ടനിൽ വെള്ളം ഉള്ളതുകൊണ്ട്. ഗാർലിക് പേസ്റ്റ് നമ്മൾ ആ മസാല കൂട്ടുകൾ ആയിട്ടുള്ള ആ മട്ടൻ നമ്മൾ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നല്ലവണ്ണം മാരിനേഷൻ ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചില്ലറിൽ കവർ ചെയ്ത് വയ്ക്കുന്നു. സ്റ്റൗ നമ്മുടെ ഓണാക്കി അതിന് ശേഷം നമ്മൾ കുക്കർ വയ്ക്കുന്നു. കുക്കർ വെച്ചിട്ട് കുക്കറിലേക്ക് നമ്മുടെ ആ മാരിനേഷൻ ചെയ്ത് മട്ടൻ ഇടാൻ പോവുകയാണ്. മട്ടൻ ഇട്ടതിന് ശേഷം സ്വല്പം വെള്ളം ഒഴിക്കണം. ശകലം കൊണ്ട് വെള്ളം ഒഴിക്കുക, ശകലം വെള്ളം ഒഴിച്ചാൽ മതി. ഓക്കെ. അതിനുശേഷം നമുക്ക് കുക്കർ ഒരു 4-5 വിസിലോടുകൂടി നമുക്ക് എടുക്കാം. അങ്ങനെ ഇപ്പോൾ 4-5 വിസിലടിച്ച് ആ മട്ടൻ നമ്മൾ എടുത്തിട്ട് നമ്മൾ സ്റ്റവിൽ മാറ്റി വയ്ക്കാൻ പോകും. ആ സമയത്ത് നമ്മുടെ ആ മസാല നമുക്ക് ആദ്യം ആവി പോകുന്ന വരെ നമുക്ക് റെഡിയാക്കാം. മസാല റെഡിയാക്കാൻ പോവുകയാണ്. ആദ്യമായി നമ്മുടെ ചട്ടി വയ്ക്കുന്നു. അങ്ങനെ നല്ല ചൂടായിരിക്കുകയാണ്. ആ സ്വല്പം ഒരു 10 മില്ലി നമ്മൾ എണ്ണ ഒഴിക്കുന്നു. അതിനുശേഷം നമ്മുടെ മസ്റ്റേർഡ് കടുകിടുന്നു. ഒരു 3 ഗ്രാം കടുകിടുന്നു. 3 ഗ്രാം കടുകിട്ടു. 3 ഗ്രാം കടുകിട്ട ശേഷം ഒരു ശകലം ഗരം മസാല ഇടുകയാണ്. ശകലം നാളികേരത്തിൻ്റെ സൈസ് ഇടുന്നു. ഒരു 5 ഗ്രാം ഗാർലിക് ചോപ്പ് ഇടുന്നു. ഒരു 5 ഗ്രാം നമ്മുടെ ഗ്രീൻ ചില്ലി ഇടുന്നു. നമ്മുടെ ജിഞ്ചർ സൈസ് ജിഞ്ചറാണ്. മുളക് ഇട്ടിരിക്കുകയാണ്. ഒരു 3-4 പീസ് മുളക് ഇടുന്നു. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ള നല്ല ഗോൾഡൻ കളർ ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ സൈസ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഷാലറ്റ് ഇടുകയാണ്. ഒരു 150 ഗ്രാം ഷാൾട്ട് ഉണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ വരെ ആക്കുന്ന നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 3 ഗ്രാം ഉപ്പുണ്ട്. നമ്മുടെ ആ കർലീവ്സ് ഇട്ടാണ്, കരിവേപ്പില. നമ്മുടെ ആ ചെറുള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ ആയിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ചോപ്പ് ചെയ്ത് നമ്മൾ ഒരു 100 ഗ്രാം തക്കാളിക്ക് ഇടുകയാണ്. സവോളയും പച്ചമുളകും എല്ലാം നല്ല സൂപ്പറായിട്ട് നല്ല വഴന്ന് വന്നിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ മസാല പൊടികൾ ചേർക്കാൻ പോവുകയാണ്. കാശ്മീരി ചില്ലി പൗഡർ 5 ഗ്രാം, നാടൻ മുളക് പൊടി 2 ഗ്രാം, മല്ലിപ്പൊടി 10 ഗ്രാം. ഇത് 1/2 കിലോ മട്ടൺ നമ്മൾ എടുത്തിരിക്കുന്നത്. 10 ഗ്രാം നാടൻ മല്ലിപ്പൊടി, 2.5 ഗ്രാം മഞ്ഞൾപ്പൊടി, 2.5 ഗ്രാം ഗരം മസാല പൗഡർ 5 ഗ്രാം, 3 ഗ്രാം സോമ്പ് പൗഡർ ഉണ്ട്, പെപ്പർ പൗഡർ ഒരു 3 ഗ്രാം ഉണ്ട്, 3 ഗ്രാം ബ്ലാക്ക് പെപ്പർ പൗഡർ. ഇതിലായിട്ട് നല്ലവണ്ണം മിക്സ് ആക്കിയ ശേഷം ആ മസാലയുടെ ആ പച്ചമണം മാറുമ്പോൾ ഒരു സ്വല്പം വെള്ളം ഒഴിക്കുക. ഒരു 100 മില്ലി വെള്ളം ഒഴിച്ചു. ആ മസാല നല്ല സോട്ടായി ഒഴിക്കുക. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ ആ കുക്കറിനകത്ത് വേവിച്ച് മട്ടൻ എടുക്കാൻ പോകണം. അങ്ങനെ നമ്മുടെ ആ മട്ടൻ മസാല ഏകദേശം നല്ല മസാല നല്ല കുറി വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു 10 ഗ്രാം നമ്മുടെ നാളികേരം വറുത്തരപ്പ് ചേർക്കുകയാണ്. ഈ നാളികേരം വറുത്തരപ്പിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുൻപ് നിങ്ങളുമായിട്ട് ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ വറുത്തരപ്പ് ഇട്ടതിന് ശേഷം അതൊന്നുകൂടെ നല്ലവണ്ണം ഇളക്കുന്നു. ഈ സമയത്ത് നമ്മളൊരു നാളികേരത്തിൻ്റെ 1/4 പാലൊഴിക്കുകയാണ്. നല്ല തിക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുന്നു. ഒരു 50 ml ഉണ്ട്. 50 മില്ലി തേങ്ങാപ്പാൽ ഒഴിച്ചു.
അപ്പോൾ നമ്മുടെ മട്ടൺ അങ്ങനെ ഏകദേശം നല്ല വെന്തിരിക്കുകയാണ്. ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്, പച്ചക്കരിവേപ്പില. അങ്ങനെ മട്ടൺ റെഡി ആയിക്കാണ്. സ്റ്റവ് ഓഫ് ആക്കുക. സുഹൃത്തുക്കളുടെ അവർക്ക് ഞാൻ ഈ ഫുഡ് സെർവ് ചെയ്യുന്നു. മാം പ്ലീസ് ടേസ്റ്റ്. ബോസ് യു ആൾസോ. Very tasty. ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ നാലുകെട്ട് റെസ്റ്റോറൻറ്റ് ഇടിച്ചു കയറുക.